ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളി സാമ്പാറാണ്. രാവിലെ പെട്ടെന്ന് ദോശയ്ക്കും പുട്ടിനൊക്കെ കറി ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു ഉള്ളി സാമ്പാറാണ് നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പരിപ്പ് കഴുകി കുക്കറിൽ വെച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാം. വേണ്ട ചേരുവകൾ: 10-20 ചുവന്നുള്ളി എടുക്കണം, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റാം. നന്നായി വഴറ്റി കൊടുക്കുക. വീട്ടിൽ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സാമ്പാറാണ് ഉള്ളി സാമ്പാർ. കുറച്ച് ചേരുവകൾ മതി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരുന്നതിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൽ സാമ്പാർ പൊടി ഒന്നും ചേർക്കുന്നില്ല. വേണ്ടുന്നവർക്ക് ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. തക്കാളി ഉള്ളിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കുക. കായത്തിൻ്റെ കട്ടയാണ് ചേർത്തത്. വേവിച്ച് വെച്ച പരിപ്പ് മൂടി തുറന്ന് നോക്കാം. പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി ഉള്ളിയും വേവിച്ച് വെച്ചതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് പാകത്തിന് ചാറാക്കാം. ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് കടുക് വറുത്തിട്ട കറി റെഡിയായി. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്ന് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തു. വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ്.